ഹലോ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് മറ്റൊരു വിഷയമായ റാപ്പ് മ്യൂസിക്കിനെ പറ്റിയാണ്. റാപ്പ് മ്യൂസിക് എന്താണെന്നാണ് ഞാൻ ഈ റാപ്പ് മ്യൂസിക്കിനെ പറ്റി പറയാൻ ആരംഭിക്കുന്നത് എന്ന് നിങ്ങൾ കരുതും. ഇന്ന് വേടൻ്റെ പാട്ട് അത് ഒരു വളരെയധികം ചർച്ചാ വിഷയമാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ. നിങ്ങൾക്കറിയാമോ, 16-ാം നൂറ്റാണ്ട് മുതൽ പ്രസിദ്ധമായ ഒരു റാപ്പ് സ്റ്റൈലിയാണ് വേടൻ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഉത്ഭവമെല്ലാം തേടിപ്പോയാൽ 14-ാം നൂറ്റാണ്ടിൽ എല്ലാം ആഫ്രിക്കൻ അമേരിക്കൻ ട്രഡീഷണൽ പള്ളിപ്പാട്ട് എന്നൊക്കെ പറയില്ലേ, ആ പാട്ടുകളിലൊക്കെ ഉപയോഗിച്ചിരുന്ന സ്റ്റൈലിയാണ്. ഈ പാട്ടുകളുടെ എല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ ശക്തമായ മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ടാകും. വളരെ ശക്തമായ ഭാഷയിൽ പറയാനുള്ള കാര്യങ്ങൾ, അത് സാമൂഹ്യമായാലും പൊളിറ്റിക്കലായാലും ജനങ്ങളോട് കൺവേ ചെയ്യുന്ന ഒരു കലാരൂപമാണ് റാപ്പ്. വേടനും അത് തന്നെയേ ചെയ്യുന്നുള്ളൂ. സ്വന്തമായ ഭാഷയിൽ സ്വന്തമായ സ്റ്റൈലിൽ വേടൻ അവതരിപ്പിക്കുന്ന ആ റാപ്പ് സിസ്റ്റം ആസ്വദിക്കുവാനായി ആയിരങ്ങൾ പതിനായിരങ്ങളാണ് ഇന്ന് ഒത്തുകൂടുന്നത്. ഇതൊരു നല്ല പ്രവണതയാണ്. ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ആ മ്യൂസിക് സിസ്റ്റത്തെ ജനങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വാഗതം ചെയ്യുന്നത് വളരെ സ്വാഗതാർഹമാണ്. അത് കേട്ട് ഒരു വിഭാഗം ജനങ്ങളൊന്നും പുറപുറുക്കുകയോ നെറ്റിചൊളിക്കുകയോ ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഈ റാപ്പ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത, അത് പറയാനുള്ള കാര്യങ്ങൾ അത് പഴയകാലത്ത് നടന്നതാകാം, ഇപ്പോഴത്തെ കാര്യങ്ങളാകാം, വളരെ താളമയമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു എന്നതാണ്. അതിലെ വാക്കുകൾ തേടി കുറ്റം ആരോപിക്കുന്നതിന് പകരം ഈ റാപ്പ്, ഈ പ്രത്യേക മ്യൂസിക് സിസ്റ്റത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. നമുക്ക് ഒരു വേടനെയല്ല കേരളത്തിൽ വേണ്ടത്, ഒത്തിരി വേടന്മാരെ ആവശ്യമുണ്ട്. ഇന്ന് നടക്കുന്ന പല വിധത്തിലുള്ള അക്രമവാസനകളെയും അനീതികളെയും തുറന്നു കാണിക്കുവാൻ കെൽപ്പുള്ള വേടന്മാരെ കേരളത്തിൽ ആവശ്യമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതിനെ ഒരു മ്യൂസിക്കായി മാത്രം കണ്ട് നമുക്ക് ആസ്വദിക്കാം, പ്രോത്സാഹിപ്പിക്കാം. പക്ഷെ ഞാൻ വേടനോട് ഒരു അഡ്വൈസ് പറയുവാനുള്ളത്, റാപ്പെല്ലാം രൂപപ്പെടുത്തുമ്പോൾ അതിലെ വാക്കുകൾ അക്രമത്തിലേക്ക് യുവജനങ്ങളെ നയിക്കുന്ന വിധത്തിൽ ആകരുത് എന്നുള്ളത് മാത്രം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം യുവജനങ്ങളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നാളത്തെ ഇന്നത്തെ സ്വത്ത്. അപ്പോൾ അവരെ നല്ല മാർഗത്തിൽ ചിന്തിപ്പിക്കുവാൻ ഉതകുന്ന റാപ്പുകൾ രൂപപ്പെടുത്തുവാൻ വേടന് കഴിവുണ്ടാകട്ടെ, ദൈവശക്തി നൽകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ഒരു ആരാധിക കൂടിയായ ഞാനും ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ വീഡിയോസ് നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ കാത്തിരിക്കാം. ബൈ.